ഇവിടെ മീസാങ്കല്ല് വെക്കാറില്ല. ഇപ്പൊ ഇവിടെ ഉണ്ടോ? ചിലപ്പോൾ അതൊക്കെയാണ് ആകെ അടയാളം. മീസാങ്കല്ലൊക്കെ ഇല്ലാത്ത പള്ളികളുണ്ട്. ഈ മീസാങ്കല്ല് വെച്ചാൽ പിന്നെ ഇവിടെ വേറെ കബറ് കുഴിക്കൂല്ലേ? കുഴിക്കും. പിന്നെ കല്ല് വെച്ചിട്ട് കാര്യം എഴുതത്തില്ല. അടയാളത്തിന് സത്യത്തിൽ ചെടി നട്ടു വെക്കണമെന്ന് കബറിന്റെ മുകളിൽ വെക്കാറില്ല. എന്തിനാ ചെടി നടുന്നത്? മീസാങ്കല്ല് ഇടുന്നതിനേക്കാളും നല്ലത് കബറിന്റെ മുകളിൽ എന്തിനാ ചെടി നടുന്നത്? ഒരു ചെടി നട്ടുവെച്ചാൽ അതിന്റെ ഇലകൾ കാരണം ആ മനുഷ്യൻ അള്ളാഹു പുറത്തു കൊടുക്കുന്ന, അതിനെ മരന്ന ചെടികൾ നടാൻ പറഞ്ഞു. നല്ല ഇലയുണ്ടാകുന്ന വൃക്ഷങ്ങൾ നടണമെന്ന്. മൈലാഞ്ചി നടണമെന്ന് പറഞ്ഞത് വെറുതെ അല്ല, ആരും നടാറില്ല. എന്തുകൊണ്ടാണ് മൈലാഞ്ചി നടണമെന്ന് പറഞ്ഞു? മൈലാഞ്ചിക്ക് ഒരുപാട് ഇലയുണ്ട്, ഓരോ ഇലകൾക്കനുസരിച്ചും. കാരണം ഈ താഴെ കിടക്കുന്ന മനുഷ്യന്റെ തലച്ചോറിലെ വളവെടുത്തിട്ടല്ലേ ഈ ചങ്ങാതി കിളിച്ചിക്കണേ. അപ്പൊ അതുകൊണ്ട് ആ ഇല അദ്ദേഹത്തെ അതിന്റെ കരുണ കൊണ്ടെങ്കിലും അള്ളാഹു പുറത്തു കൊടുക്കുന്നു. അതുകൊണ്ട് ആ മരം നല്ല നല്ല ചെടികൾ നടാൻ. ഇപ്പൊ മൈലാഞ്ചി ഒന്നും ആരും നടാറില്ല. പണ്ടൊക്കെ പറയാറുണ്ട് പള്ളിക്കാട്ടിലെ മൈലാഞ്ചിയെ കുറിച്ച് നല്ല ചുമപ്പാന്നാ പറയണേ മൈലാഞ്ചിയെ കുറിച്ചൊക്കെ. അല്ലാഹു അഅലം. ചിലര് നല്ല മാങ്ങ, അതുപോലെ പേര, ഇങ്ങനെയൊക്കെയുള്ള മരങ്ങളൊക്കെ നടാറുണ്ട്. പള്ളിപ്പറമ്പിൽ നിന്ന് പേരയ്ക്ക പറിച്ച് തിന്നരുതെന്ന ഹദീസ് മഹാനായ തഴവ ഉസ്താദിന്റെ ബൈത്തിലുണ്ട്. അല്ലേ, പള്ളിപ്പറമ്പിൽ പോയി നിന്നിട്ട് നല്ല എവിടെയെങ്കിലും കല്യാണത്തിനൊക്കെ പോകുമ്പോൾ അപ്പുറത്ത് ആഡിറ്റോറിയത്തിലൊക്കെ പോയി ചോറൊക്കെ കൊണ്ടിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് കയറി വരുമ്പോൾ വരുന്ന വഴിയിൽ ഒരു തെങ്ങുണ്ട്. ഉടനെ ഒരു ഈർക്കലെടുത്തിട്ട് കുത്തണ ഒരു സ്വഭാവമുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെ കുത്താൻ പാടുണ്ടോ? തഴവ ഉസ്താദിന്റെ ബൈത്തെടുത്ത് വായിച്ചാൽ മതി, പിന്നെ നീ ഒരിക്കലും കുത്തത്തില്ല. തഴവ ഉസ്താദിന്റെ ബൈത്തെടുത്ത് പള്ളിപ്പറമ്പിൽ നിൽക്കുന്ന മരത്തിൽ നിന്ന് ഈർക്കലടിച്ചിട്ട് ഇങ്ങനെ കുത്തണ ചങ്ങായിമാരെ ക്യാൻസർ വരെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് തഴവ ഉസ്താദ് പറഞ്ഞു തരുന്നത്. സാധാരണ അല്ല. കാരണം പള്ളിപ്പറമ്പിൽ കിടക്കണ നമ്മളെപ്പോലെയുള്ള ചങ്ങാതിമാരല്ലേ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്താ ഞാൻ പറഞ്ഞ? മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം. ഈസാ നബി അലൈഹിസ്സലാം ഇങ്ങനെ മരിച്ചവരെയൊക്കെ ഇങ്ങനെ വിളിച്ചുണർത്തുന്ന കണ്ടപ്പോ ഒരാൾ പറഞ്ഞു, ഞങ്ങളൊരു കബറ് കാണിച്ചാൽ ഒന്ന് വിളിച്ചുണർത്താൻ പറ്റുമോ? ഈസാ നബി അലൈഹി സ്വലാം ചോദിച്ചു, എവിടെ? കബറ് കാണിച്ചു കൊടുത്തു, കൊണ്ടുപോയി. ഒരു പടക്കം ചെന്ന ഒരു കബറിന്റെ ചാരത്ത് ചെന്നിട്ട് ഈസാ നബി വിളിച്ചു, കൊണ്ടുപോയി. ഇതിനില്ല, അല്ലാഹുവിന്റെ പേര് പറഞ്ഞിട്ട് എഴുന്നേറ്റ് വരാൻ പറഞ്ഞു. പടച്ചോനെ, കബറിൽ നിന്നൊരാൾ എഴുന്നേറ്റ് വരിക, ഒരു ചെറുപ്പക്കാരൻ. ആരാണെന്ന് ആർക്കും അറിയണില്ല. ഈസാ നബി ചോദിച്ചു, നിന്റെ പേരെന്താ? സാം ഇബ്നു നൂഹ്. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകനായ സാമാണ് ഞാൻ. അവിടെ നിന്ന് ചോദിച്ചു, മരിച്ചിട്ട് എത്ര കൊല്ലമായി? പടച്ചോനെ പറയാ, ഞാൻ മരിച്ചിട്ട് എത്രയോ 70,000 കൊല്ലം എങ്ങാണ്ടാ പറയുന്നത്. എത്രയോ 4000 വർഷമായി ഞാൻ മരിച്ചിട്ട്. നൂഹ് നബിയുടെ മകനോടാണ് ഈസാ നബി സംസാരിക്കുന്നത്. മരിച്ചിട്ട് എത്ര കൊല്ലമായി? 4000 വർഷം. ചോദിച്ചു, മരണം എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾ കേട്ടോ? മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം മഹാനായ നൂഹ് നബിയുടെ മകനായ സാമിനോട് ചോദിക്കുന്നു, സാമേ, മരണം എങ്ങനെയുണ്ടായിരുന്നു സ്വാമേ? സുബ്ഹാനല്ലാഹ്. ചോദിക്കുമ്പോഴേ കണ്ണ് നിറയുകയാണ്. ആ രംഗമങ്ങ് ചോദിക്കുമ്പോഴേ കണ്ണ് നിറയുകയാണ്. എന്നിട്ട് പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? തൊണ്ടയിൽ ഇങ്ങനെ പിടിക്കുകയാണ്. നൂഹ് നബിയുടെ മകൻ ഇങ്ങനെ തൊണ്ടയിൽ പിടിക്കുകയാ. എന്നിട്ട് പറയുന്നു, ഈസാ നബിയേ, 4000 വർഷം മുമ്പ് അസ്റായീൽ തൊണ്ടക്കുഴിയിൽ നിന്ന് റൂഹ് പിടിച്ച വേദന ഇപ്പോഴും എന്റെ കഴുത്തിലുണ്ട് നബിയേ. 4000 വർഷം മുമ്പ് പിടിച്ച ആ റൂഹ് പിടിച്ചപ്പോഴുള്ള വേദന ഇപ്പോഴും തൊണ്ടയിലുണ്ടെന്ന് മഹാനായ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു കൊടുത്തത് ആരെന്നറിയുമോ? മഹാനായ സാം ഇബ്നു നൂഹ്. 950 വർഷക്കാലം പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി ദഅവത്ത് നടത്തിയ ശൈഖുൽ അംബിയാ, പ്രവാചകന്മാരിൽ ഏറ്റവും വലിയ പ്രായമുള്ള പ്രവാചകന്റെ മകനാണ് എന്ന് ചരിത്രം പറയുമ്പോ ആ മരണത്തെ കുറിച്ച് എനിക്കും നിങ്ങൾക്കും ഒരു ഓർമ്മയില്ലല്ലോ. എന്റെ പ്രിയമുള്ളവരെ, മഹാനായ മലക്കുൽ മൗത്ത് അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് റൂഹ് പിടിക്കുമ്പോഴാണ് പറയുന്നത്, അല്ലാഹ്, ഇത്ര വേദനയുണ്ടെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ പിടിക്കില്ലായിരുന്നു തമ്പുരാന്. അല്ലാഹുവേ, ഞാൻ മയം കാണിക്കുമായിരുന്നു റബ്ബേ.
ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, എന്റെ പ്രിയമുള്ളവരെ എല്ലാവരും മരിച്ചു, അല്ലാതെ പിന്നെ ഈ പ്രപഞ്ചത്തിൽ ആരുമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്കുണ്ടല്ലോ, ആ മലക്കിന് അല്ലാഹു പിന്നീട് രണ്ടാമത് റൂഹ് കൊടുക്കുകയാണ്. എന്നിട്ട് പറയുന്നു ഊതി ഇസ്രാഫീൽ. ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മൂതുമ്പോ അതാ ഭൂമിയുടെ അടിയിൽ നിന്ന് പടച്ചവന് അതാ വിത്തുകൾ കിളിച്ചു വരുന്നത് പോലെ മണ്ണിന്റെ അടിയിൽ നിന്ന് ജനങ്ങൾ മുഴുവനും എഴുന്നേറ്റ് വരികയാണ്. എല്ലാവരും എഴുന്നേൽക്കുകയാണ്. പല പല വിഭാഗങ്ങളിലാണ് എഴുന്നേറ്റ് വരുന്നത്. അതാ മലക്കുകൾ ആട്ടുംപറ്റത്ത് അതാ നയിച്ചു കൊണ്ടുപോകുന്നത് പോലെ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേൽക്കുന്നവരെ കൊണ്ടുപോവുകയാ. എന്റെ പ്രിയമുള്ളവരെ, പ്രവാചകൻ അവിടുന്ന് പറയുകയാ, എല്ലാവരും അല്ലാഹുവിന്റെ കോടതിയിൽ, പടച്ച റബ്ബിന്റെ കോടതിയിൽ എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോ ഒരു വിഭാഗം കടന്നു വരികയാ. ഒരു വിഭാഗം കടന്നു വരികയാണ്. അവർ നടക്കുകയല്ല, അവരിടയുകയാണ്. അവരിടയുകയാണ്. അവരുടെ അവസ്ഥ എന്തെന്നറിയുമോ? അവരുടെ മലദ്വാരങ്ങളിൽ കൊടികുത്തി വെച്ചിരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറയുന്നത്, സഹാബാ, നാളെ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ഒരു വിഭാഗമുണ്ടല്ലോ, അവരുടെ പിൻദ്വാരങ്ങളിൽ കൊടി ഇങ്ങനെ കൊത്തിവെച്ചിട്ടുണ്ട്. അവർ കൊടിയും പിടിച്ചുകൊണ്ടാണ് വരുന്നത്. അവർ കൊടിയും ചുമന്നുകൊണ്ടാണ് വരുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇത് പറഞ്ഞു കൊടുക്കുമ്പോ സഹാബത്ത് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ആരാണ് നബിയേ, ആരാണ് നബിയേ ഈ പിൻദ്വാരങ്ങളിൽ കൊടികുത്തി വെച്ചുകൊണ്ട് വരുന്ന ഈ വൃത്തികെട്ടവരാരാണ് നബിയേ? സ്വഹാബാ, അത് ചതിയന്മാരാണ് സഹാബാ, അത് വഞ്ചകന്മാരാ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നാളെ പരലോകത്ത് വരുമ്പോ മലദ്വാരത്തിൽ കൊടി കുത്തി വെച്ചിട്ടുണ്ടാകും. എന്നിട്ടിങ്ങനെ എഴഞ്ഞെഴഞ്ഞ് നാളെ ചതിയന്മാര് കോടതിയിൽ വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ചതിച്ചതിനനുസരിച്ച് കൊടിയുടെ നീളം കൂടുന്ന ഓരോ മനുഷ്യനും ചതിച്ചതിനനുസരിച്ച് കൊടിയുടെ എവറസ്റ്റ് ഒക്കെ നമ്മുടെ കൊടിയുടെ മുന്നിൽ തോറ്റുപോകും. അല്ലാഹു കാക്കുമാറാകട്ടെ. ഏറ്റവും വലിയ നീളമുള്ളത് എവറസ്റ്റിനല്ലേ? അല്ലേ? എവറസ്റ്റ് അല്ലേ? നിന്റെ കൊടിക്ക് അതിനേക്കാല്, നമ്മുടെയൊക്കെ കൊടിക്ക് അതിനേക്കാല് നീളം. എവറസ്റ്റ് ഒക്കെ നമ്മുടെ കൊടിയുടെ ചതിച്ചതിനനുസരിച്ചിട്ട് കൊടിയുടെ നീളം കൂടുന്ന. അപ്പൊ നമ്മുടെ കൊടിക്ക് എത്ര നീളം ഉണ്ടാകും? അല്ലാഹു കാക്കുമാറാകട്ടെ. എന്താ ഒരു മടി? അല്ലാഹു കാക്കുമാറാകട്ടെ. കാരണം നമ്മൾ ചതിച്ച ചതിയും വഞ്ചനയും കാണിക്കുന്നു എല്ലാവരോടും. ഏതൊരു കാര്യത്തിലാകട്ടെ, ഏതൊരു വിഷയത്തിലാകട്ടെ, ഉപ്പാനോട് ചതി, ഉമ്മാനോട് ചതി, ഭാര്യയോട് ചതി, മക്കളോട് ചതി, കൂടപ്പിറപ്പുകളോടും കുടുംബക്കാരോടും എല്ലാവരോടും ചതിയും വഞ്ചനയും കാണിക്കുന്നവർ, കച്ചവടത്തിൽ ചതി കാണിക്കുന്നവർ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, കച്ചവടക്കാരോട്, ബിസിനസ് ചെയ്യുന്നവരോട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ നടന്നു പോവുകയാണ്. പടച്ചവനെ, ഒരു കച്ചവടം നടക്കുന്ന സ്ഥലത്തുകൂടെ അല്ലാഹുവിന്റെ റസൂൽ ഇങ്ങനെ നടന്നു പോകുമ്പോ ധാന്യങ്ങൾ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ്. ധാന്യങ്ങൾ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാണ്. നെല്ലുമൊക്കെ ഇങ്ങനെ കൂട്ടിയിടുന്നത് പോലെ ധാന്യങ്ങൾ മുഴുവനും ഒരു സ്ഥലത്ത് ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിന്റെ ചാരത്തൂടെ നടന്നു പോകുമ്പോ, അതിന്റെ ചാരത്തുകൂടെ നടന്നു പോകുമ്പോ ആ ധാന്യങ്ങൾ കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ തന്റെ കൈ കൊണ്ടൊന്ന് തടകുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന് ആ ധാന്യം ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടപ്പോ കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് തടകുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ നനയുകയാണ്. റസൂലുള്ളാഹിയുടെ കൈ നനയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനുടനെ റസൂലിന്റെ കൈയൊന്ന് നനഞ്ഞപ്പോ റസൂലുള്ള ചോദിക്കുകയാണ്, ഫഅദ്ഖല യദൈഹി, അല്ലാഹുവിന്റെ റസൂൽ ആ മനുഷ്യനോട് ചോദിക്കുകയാ, മഹാദാ യാ സ്വഹിബത്വ, എന്റെ
കൈ നനഞ്ഞത്? എന്റെ കൈ നനഞ്ഞത്? ആ മനുഷ്യൻ പറഞ്ഞു, യാ റസൂലല്ലാഹ്, മഴ പെയ്ത് നനഞ്ഞതാ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുകയാണ്, മഴ പെയ്തിട്ട് ഈ ധാന്യങ്ങൾ മുഴുവനും നനഞ്ഞു നബിയേ. ആ മഴവെള്ളം കൊണ്ടാണ് അങ്ങയുടെ കൈ നനഞ്ഞത്. റസൂലുള്ളാഹി ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? റസൂലുള്ളാഹി ചോദിച്ച ചോദ്യം എന്തെന്നറിയോ? സഹാബാ, എങ്കിലും നനഞ്ഞത് നീ എന്തുകൊണ്ട് വെളിവാക്കിയില്ല? എന്തുകൊണ്ടാണ് നനഞ്ഞ ധാന്യം, മഴ പെയ്തിട്ട് നനഞ്ഞ ധാന്യം ഇതിനകത്തുണ്ടെങ്കിൽ എന്തുകൊണ്ട് നീ നനഞ്ഞത് മുകളിലിട്ടില്ല? വഞ്ചന കാണിക്കുന്നവന് എന്നിൽ പെട്ടവനല്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. മുസ്തഫ കുറെ നെല്ലിങ്ങനെ കൂട്ടിയിട്ടിരിക്ക. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ നടന്നു പോയപ്പോ, നെല്ലെന്ന് ഉദാഹരണം പറഞ്ഞതാ, ഇങ്ങനെ കൈ കൊണ്ടൊന്ന് തടകിയപ്പോ മുകളിലൊക്കെ ഉണങ്ങിക്കിടക്കുന്നു, അടിയിൽ നനഞ്ഞ കാരണം കൈ ഒന്ന് നനഞ്ഞു. എന്തേ സഹാബ? മഴ പെയ്ത് നനഞ്ഞു പോയി നബി. അപ്പൊ ചോദിച്ചു, ഈ നനഞ്ഞത് എന്തേ മുകളിലിട്ടില്ല? കാരണം ഏതെങ്കിലും ഒരു മനുഷ്യൻ വന്ന് ഇത് ഉണക്കയാന്ന് പറഞ്ഞു മേടിച്ചു കഴിഞ്ഞാൽ നീ കാണിക്കുന്നത് ചതിയല്ലേ? ചതി അതൊരിക്കലും അള്ളാഹു പൊറുക്കൂല. നീ എണ്ണിപ്പെട്ടവനല്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒരു കച്ചവടത്തിന്റെ വിഷയത്തിൽ പോലും മുത്തുനബി ഇങ്ങനെ പഠിപ്പിച്ചു, ആ മനുഷ്യനെ ഉപദേശിച്ചു, താക്കീത് കൊടുത്തു എന്ന് ചരിത്രം പറയുമ്പോൾ ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും എടുത്തു നോക്കും. നമ്മൾ എത്രയോ സഹോദര, ഹലാല് ഉള്ളത് പറ. നീ 10 രൂപ കൂടുതൽ വാങ്ങിച്ചാൽ എന്താ കുഴപ്പം? 10 രൂപ നീ കൂടുതൽ മേടിച്ചോ, എങ്കിലും നല്ലത് കൊടുക്ക്. കള്ളത്തരങ്ങൾ പറഞ്ഞ് കച്ചവടം നടത്തുക, കള്ളസത്യം ചെയ്ത് കച്ചവടം നടത്തുക. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എത്രയോ പേര് ഇല്ലേ? എന്താ ഷോക്കാണ്? കള്ളസത്യം, അള്ളാണ് സത്യം. അതൊക്കെ സഹിക്കാൻ പറ്റാത്ത, പ്രത്യേകിച്ച് മീൻകാരൊന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. മീൻകാരൊക്കെയാണ് ഒരു പല കാര്യങ്ങളും. ഉള്ളത് എന്തിനാണ് ഇടുന്നത്? എന്തിനാ കള്ളം പറയുന്നത്? ഉള്ളത് കൊടുക്ക്. ഉള്ളത് കൊടുത്ത് കച്ചവടം നടത്ത്, അന്തസ്സായിട്ട് ജീവിക്കുക. ഏതൊരു കാര്യമാണെങ്കിലും ഹലാല് ഫ്രൂട്ട്സ് കട നടത്തുന്നവർ, ബേക്കറി നടത്തുന്നവർ, എന്തെല്ലാം കച്ചവടം നടത്തുന്നവർ, ഉള്ളത് നല്ലത് അൽഹംദുലില്ലാ, ഉള്ളത് കൊടുക്കണം. അൽഹംദുലില്ലാ. അല്ലാഹ് ഫ്രൂട്ട്സ് കച്ചവടം നടത്തുന്ന ചങ്ങാതിയൊക്കെ നാസറിനൊക്കെ അല്ലേ, ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാ, കൊടുത്തിട്ട് കച്ചവടം ചെയ്യും. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നിങ്ങൾക്ക് ആര് പഠിക്കാനാ? അപ്പൊ അള്ളാഹ് ഉണ്ടല്ലോ. പഠിച്ചോ, നിങ്ങളുടെ കൂടെ ഒക്കെ ഉണ്ടല്ലേ? ബേക്കറി കച്ചവടമൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? നിങ്ങൾ പിന്നെ ഓട്ടോ ഓടിക്കുന്ന ആളല്ല, എന്താ പഠിക്കാനാ? ഓട്ടോക്കാരൻ്റെ ഒരു കഥ പറഞ്ഞ പോലെ നിങ്ങൾ സ്പീഡ് കുറയ്ക്കണം കേട്ടോ. ഓട്ടോക്കാരൻ അൽഹംദുലില്ലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്ത് ചെയ്യുക? ഹലാൽ നല്ലത് അൽഹംദുലില്ലാ, ചതിവ് കാണിക്കരുത്, ഉള്ളത് പറ. എത്രയോ സഹോദരങ്ങളുടെ, എത്രയോ സഹാബത്തിന്റെ ചരിത്രം. ഒരു വീട് വിറ്റിട്ട് പുറകെ നടന്ന സഹാബിയുടെ കഥ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്റെ ചങ്ങാതി, നീ 5 or 10 വാങ്ങിയില്ലേ, പക്ഷെ നീ എന്ത് ചെയ്യണം? നല്ലത് കൊടുക്കും. നീ ഒരു കടയിൽ വാങ്ങാൻ പോകുമ്പോൾ അങ്ങനെയല്ലേ? നിന്നെ പറ്റിച്ചാൽ നിന്റെ മനസ്സിലെ നിങ്ങൾ മാർക്കറ്റിൽ വന്നു, അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി നീ ഒരല്പം മേടിച്ചിട്ട് അവസാനം വീട്ടിൽ കൊണ്ടുവന്നപ്പോൾ കൊള്ളത്തില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? മനസ്സുകൊണ്ട് ശപിക്കും. ഒരു 5 രൂപ കൂടുതൽ വാങ്ങിച്ചാലും നല്ലതെന്നൂടെ ചങ്ങാതി. നീ കച്ചവടം ചെയ്യുമ്പോഴും അങ്ങനെയല്ലേ? ഒരിക്കലും ചതിവ് കാണിക്കരുത്. കച്ചവടത്തിലാണെങ്കിലും ഏതൊരു വിഷയത്തിലാണെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതൊരു ഉദാഹരണം മാത്രം. ഒരിക്കലും ആരെയും ചതിക്കരുത്, ഒരാളെയും ചതിക്കരുത്. ചതിക്കുന്നവൻ സ്വർഗത്തിൽ കടക്കില്ല, അവൻ സ്വർഗത്തിന്റെ അവകാശിയല്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, സഹാബാ, നിങ്ങൾ ഒരിക്കലും ആരെയും നിങ്ങൾ വഞ്ചിക്കരുത്, ഒരാളെയും നിങ്ങൾ ചതിക്കരുതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. വിശ്വസിച്ചൊരു കാര്യം പറഞ്ഞാൽ, വിശ്വസിച്ചൊരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പറ്റിക്കല്ലേ സഹോദരാ. ഭർത്താവിനെ വഞ്ചിക്കുന്നവരുണ്ട്, ഭാര്യമാരെ വഞ്ചിക്കുന്നവരുണ്ട്. ഭർത്താവിനെയും ഭാര്യയും വഞ്ചിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ വിളിച്ച് കരയ, ഉസ്താദേ ദുആ ചെയ്യണം. എന്റെ ചങ്ങാതി പറഞ്ഞ പരാതി, ലോക്ക്ഡൌൺ വന്നപ്പോൾ എവിടെ പോയാലും ഫോൺ നമ്പർ എഴുതി വെക്കണം, അല്ലേ? എവിടെ പോയാലും ഫോൺ നമ്പർ എഴുതി വെക്കണം. ഉസ്താദേ, എന്റെ ഭാര്യ ഫോൺ നമ്പർ എഴുതി വെച്ച് ഒരുത്തന്റെ കൂടെ പോയി ഉസ്താദേ, മക്കള് കിടന്നിട്ട് ഉമ്മാനെ തെരയ്യ, എന്ത് ചെയ്യണമെന്നറിയാതൊരു ചെറുപ്പക്കാരൻ കരയ്യ. അള്ളാഹു ആ പൊന്നുമോന് സമാധാനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകണം. കരഞ്ഞുകൊണ്ട് പറയുന്നു, ഉസ്താദെ, മക്കൾ ഉമ്മാനെ തെരയുന്നു, ഞാൻ എന്തു പറയും? എന്റെ പ്രിയപ്പെട്ടവർ, ഇതുപോലെ ചതിയും വഞ്ചനയും കാണിക്കുന്നവർ, ഭർത്താവ് ഭാര്യയെ ചതിക്കുന്നു, ഭാര്യ ഭർത്താവിനെ വഞ്ചിക്കുകയാ. എന്നിട്ടിങ്ങനെ ഒരുമിച്ച് ജീവിക്കുന്ന എത്ര പേർ ചതിയും വഞ്ചനയും കാണിച്ച് എത്ര കാലം ജീവിക്കും സഹോദര?
എത്ര കാലം പരസ്പരം വഞ്ചിച്ച് എത്ര കാലം ജീവിക്കും? അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വഞ്ചന കാണിക്കുന്നവൻ അവൻ നമ്മളിൽ പെട്ടവനല്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ രണ്ടാമത്തെ വിഭാഗമാരാ? അൻ സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ ലം യഅഖുദു ശാരിബഹു ഫലൈസ മിന്നാ. അല്ലാഹുവിന്റെ പ്രവാചകം പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന രണ്ടാമത്തെ വിഭാഗമാരെന്നറിയുമോ? മീശ വടിക്കുന്നവനുണ്ടല്ലോ, അവൻ എന്നിൽ പെട്ടവനല്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, രണ്ടാമത്തെ വിഭാഗം എന്നിൽ പെട്ടവനല്ല എന്ന് പ്രവാചകൻ എണ്ണി പറഞ്ഞ രണ്ടാമത്തെ വിഭാഗം പറ. മീശ വടിക്കുന്നവൻ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അല്ലെ, മീശ വടിക്കാർ ആരാ? അത് ആരുടെ ചര്യ? പറഞ്ഞങ്ങാതി. മീശ വടിക്കുന്നത് ഏറ്റവും കൂടുതൽ ആരാ? എന്തേലൊക്കെ ആവട്ടെ, അത് മറ്റുള്ളവരുടെ സ്വഭാവം. അല്ലാഹു കാക്കുമാറാകട്ടെ. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യാൻ പാടില്ല? മീശ വടിക്കാൻ പാടില്ല. നീ വെട്ടിക്കോ. മീശ വെട്ടുക, താടി നീട്ടി വളർത്തുക. ഇതാരുടെ സുന്നത്ത്? പറ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.